الحمد لله الواحد القهار العزيز الغفار والمهيمن الجبار غافر الذنب وقابل التوب شديد العقاب اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, അർഹമുർറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗത്തിലെത്തുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിക്കുന്ന, അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ പരിശ്രമങ്ങളുടെ പരിപൂർണമായ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു റമദാനിൽ നമ്മൾ നിലകൊള്ളുന്നത്. ഒരു നിലക്കും നമ്മുടെ നോമ്പിനെ നഷ്ടപ്പെടുത്തരുത് എന്നും അതിൽ നഷ്ടം സംഭവിക്കരുത് എന്നും നാം ഓരോരുത്തരും കൊതിയോടുകൂടിയാണ് ഈ റമദാനിൽ മുന്നോട്ട് പോയിക്കണ്ടേ. നമ്മൾ പലപ്പോഴും നമ്മുടെ റബ്ബിനെ കുറിച്ചുള്ള അറിവിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവിൽ പരിമിതിയുള്ളവരാണ്. പലപ്പോഴും മനുഷ്യന്റെ ചിന്തയിൽ റബ്ബിലേക്ക് എത്താൻ, റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ മധ്യവർത്തികൾ വേണോ, അതുപോലെ തന്നെ റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥന നടത്തിയാൽ അതിൽ ഉത്തരം കിട്ടാൻ വൈകുമോ, എത്ര നാളായിട്ട് പല കാര്യങ്ങളും ഞാൻ എൻ്റെ റബ്ബുമായി സംവദിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഉത്തരം ലഭിക്കുന്നില്ലല്ലോ. മനുഷ്യന്റെ ചിന്തകൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പല എളുപ്പ വഴികളും അങ്ങനെ മുന്നിൽ തെളിയുമ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാത്ത മനുഷ്യൻ അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിയുന്ന കാഴ്ചകളാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഒരു വേള അത് അമ്പിയാക്കളിലേക്ക്, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരായ ഔലിയാക്കളിലേക്ക്, ശുഹദാക്കളിലേക്ക്, തങ്ങന്മാരിലേക്ക്, ബീവിമാരിലേക്ക്, ഇങ്ങനെ മറ്റ് സൃഷ്ടിജാലങ്ങളിലേക്കെല്ലാം മനുഷ്യൻ തിരിഞ്ഞു നിന്നുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയെ വിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അകന്ന് പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ നമുക്കൊരു കാരണവശാലും നഷ്ടമാകാൻ പാടില്ല. ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു മുഅ്മിൻ എന്ന നിലയിൽ, ഒരു മുസ്ലിം എന്ന നിലയിൽ എനിക്ക് നിങ്ങൾക്കും നഷ്ടം സംഭവിക്കരുത് എന്നുള്ള ആത്മാർത്ഥമായ ഹൃദയത്തിൽ തട്ടിയുള്ള ആഗ്രഹം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാൻ. ഇന്നത്തെ ഖുതുബയിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ റബ്ബിനെ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ റമദാൻ റബ്ബിന് ഏറെ പ്രിയപ്പെട്ട മാസമാണ്. ഒരു മുഅ്മിനിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിലേറെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറെ പ്രിയപ്പെട്ട മാസമായിട്ടാണ് റമദാനിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തഖ്വ ഉണ്ടാകേണ്ട മാസമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കി. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ ഓതി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ച റമദാനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ 183-ാമത്തെ വചനങ്ങൾ തുടങ്ങി അങ്ങനെ 187 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിന്റെ നിയമങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തെര്യപ്പെടുത്തുന്ന, നമ്മെ ബോധ്യപ്പെടുത്തുന്ന വളരെ ഗൗരവത്തിലുള്ള ചിന്തയാണ് 186-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. റമദാനുമായി ബന്ധപ്പെട്ട വിഷയം എന്ന നിലയിൽ തന്നെ നമ്മൾ അതിനെ ഗൗരവത്തിൽ കാണണം. ഒരു മനുഷ്യൻ ഏറ്റവും തഖ്വ ഉള്ളവനാകുന്നത് റമദാനിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ റമദാനിന് മുൻപെയുള്ള ആളല്ല ഞാനും നിങ്ങളും. നമ്മൾ ഓരോരുത്തരിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമാണ്. അപ്പോ തഖ്വ കൊണ്ട് ഒരു മനുഷ്യൻ, സൂക്ഷ്മത കൊണ്ട് ഒരു മനുഷ്യൻ റബ്ബിലേക്ക് അടുക്കുക വഴി, അങ്ങനെ സൂക്ഷ്മതയ്ക്കൊപ്പം അവന്റെ സ്വർഗം ഉറപ്പാക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യമാണ് സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ. എന്റെ അടിമകൾ നബിയെ താങ്കളോട് ചോദിച്ചാൽ, എന്നെ കുറിച്ച് താങ്കളോടെങ്ങാനും ചോദിച്ചാൽ താങ്കൾ പറയേണ്ടത് ഫഇന്നീ ഖരീബ്, ഞാൻ നിങ്ങളുടെ സമീപസ്ഥനാണ്, നിങ്ങളുടെ ഏറ്റവും അരികിൽ തന്നെ ഞാനുണ്ട്. ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിക്കുന്ന, എന്നോട് തേടുന്ന മനുഷ്യന് ഉജീബു, ഞാൻ ഉത്തരം നൽകുന്നവനാണ്. അള്ളാഹു മുജീബാണ്. അള്ളാഹു ഇങ്ങനെ നമ്മൾ ചോദിക്കുന്ന ഏതൊരു ചോദ്യത്തിനും, നമ്മുടെ ഏതൊരു പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകാൻ കെൽപ്പുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. റബ്ബിന്റെ അടുപ്പം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ അടുപ്പത്തിൽ നിന്നുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥനയെന്ന്. ഏറെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ഒരു മനുഷ്യന്റെ ജീവനാഡിയേക്കാളും നാം അടുത്തവനാണ്, കണ്ഠനാഡിയേക്കാൾ. അത്ര കണ്ട് അടുപ്പമുള്ളവനാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബിൽ നിന്ന് ഒരു മനുഷ്യൻ അകന്നു പോകാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടല്ലേ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു മടങ്ങുന്ന വേളയിൽ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പഠിപ്പിച്ചത് എന്താ? ആരെങ്കിലും യഖീനോടുകൂടി, ഇഖ്ലാസോടുകൂടി, ഉറപ്പോടുകൂടി, നിഷ്കളങ്കമായി റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവന്റെ മരണവേളയിൽ അവൻ പറഞ്ഞാൽ, അവന്റെ കണ്ഠനാടി അതിങ്ങനെ അവന്റെ റൂഹ് പിരിയുന്ന സമയത്ത് അവന് പറയാൻ കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഖലൽ ജന്ന, അവന് സ്വർഗ്ഗമുണ്ട് എന്ന്. അത്ര കണ്ട് ആ ഗൗരവത്തിൽ കാണേണ്ട വിഷയം. തൗഹീദ് എന്നത് ഒരു മനുഷ്യന് വിട്ടുപോകാൻ പാടില്ലാത്ത ഒന്നാണ്.
അതൊന്ന് വിട്ടാൽ നമ്മളിങ്ങനെ ആകാശത്തുനിന്ന് വീണവനെ പോലെയായിത്തീരും. മക്ബറകളിലേക്കും ജാറങ്ങളിലേക്കും പുണ്യപുഷ്പങ്ങളിലേക്കും എല്ലാം മനുഷ്യന്മാര് കടന്നു ചെല്ലും. അല്ലാഹ് അല്ലാത്തവരെ ആരാധിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പ്രാർത്ഥന എന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ മുഖുൽ ഇബാദ. പ്രാർത്ഥന എന്നത് അത് ഇബാദത്തിന്റെ മജ്ജയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ എന്നും കാണാം. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അപ്പൊ ദുആ എന്നത് വളരെ പ്രധാനമാണ്. പ്രാർത്ഥന അത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. എന്നെ വിളിച്ചാൽ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഒരു മനുഷ്യൻ വിളിക്കാൻ തയ്യാറായാൽ അവൻ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്നാണ്. അതുകൊണ്ട് ഇത് വെറുതെ പറയുന്നതല്ല, ഒരു അനാവശ്യമായ വർത്തമാനമല്ല, വെറുതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ മുന്നിൽ വെക്കുന്നതല്ല, പ്രതീക്ഷ നൽകുന്ന, അല്ലെ, ഒരു മനുഷ്യന് പ്രതീക്ഷ നൽകുന്ന, ഉത്തരം നൽകുമെന്നുള്ള വാഗ്ദാനമാണ് ഒരു വിശ്വാസിയുടെ മുന്നിൽ വെക്കുന്നത്. പിന്നെന്തിന് മനുഷ്യന്മാർ അല്ലാഹ് അല്ലാത്തവരിലേക്ക് തിരിയണം? ഒരു കാരണവശാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറയണത്. അങ്ങനെ എന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഉത്തരം നൽകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിഞ്ഞ് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ കീഴൊതുങ്ങിയാൽ, അങ്ങനെ അവന്റെ ആഹ്വാനം സ്വീകരിച്ച് എന്നിൽ വിശ്വസിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കും. നേർവഴിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ കൂടെയുണ്ട് എന്നും അവൻ അടുത്തു തന്നെയുണ്ട് എന്നും അവൻ ഉത്തരം നൽകുന്നവനാണ് എന്നും അവനോട് മാത്രം പ്രാർത്ഥിക്കുക വഴി അവന് മോക്ഷം ലഭിക്കുമെന്നുള്ള ദിവ്യ സന്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ ചില നേർക്കാഴ്ചകളിലേക്ക് നമ്മൾ കടന്നു ചെന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഏറെ സ്ഥലങ്ങളിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരെ മത്സ്യത്തിന്റെ വയറ്റിലാക്കി പരീക്ഷിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ പ്രവാചകൻ 3 ഇരുട്ടറകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാ പഠിപ്പിച്ചത്? നമ്മുടെ റബ്ബിനെ നമ്മൾ അറിയാൻ. പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉദ്ധരിച്ചത് എന്തിനാണ്? ഒരു മനുഷ്യന് മനസ്സിലാകുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കാര്യം നമ്മളെ പഠിപ്പിച്ചത് എന്തിനാണ്? നമ്മൾ നന്നാകാൻ വേണ്ടിയാണ്, നമ്മൾ ശരിയായ മാർഗത്തിൽ കടന്നു ചെല്ലാൻ വേണ്ടിയാണ്. ആ പ്രവാചകൻ ഇരുട്ടറകളിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഇരുട്ടറകളിൽ നിന്ന്, മത്സ്യത്തിന്റെ വയറ്റിലെ ഇരുട്ട്, കടലിന്റെ ജലഗർത്തത്തിലെ ഇരുട്ട്, അതുപോലെ തന്നെ ഭൂമിയുടെ ഇരുട്ട്, അങ്ങനെ 3 ഇരട്ടറകളിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് കരമുയർത്തി. അള്ളാഹ് തിരിച്ചു മടക്കി അയച്ചില്ല. ആ പ്രവാചകന് ഉത്തരം കൊടുത്തു. എന്ന് എന്താ പറഞ്ഞത് ആ പ്രവാചകൻ? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത, അല്ലാഹ് നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്, സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമം ചെയ്തു പോയി, എന്നിൽ ദുൽമ സംഭവിച്ചു. പ്രബോധന ദൗത്യം എന്നെ ഏൽപ്പിച്ചതിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് മാറി സഞ്ചരിച്ച് മറ്റൊരു പ്രദേശത്തേക്കുള്ള യാത്രയിലായിരുന്നു. അല്ലാഹ് എനിക്ക് അബദ്ധം സംഭവിച്ചു. അള്ളാഹുവിന്റെ ആഹ്വാന പ്രകാരം മാത്രമാണ് പ്രവാചകന്മാർ ഹിജ്റ പോകേണ്ടത് എന്നുള്ളത്. എന്നാൽ യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി. ആ 3 ഇരുട്ടറകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കരമുയർത്തിയപ്പോൾ ആ പ്രാർത്ഥന റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രിയമുള്ളത്. ആകാശ ലോകത്ത് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല, അർശിന്റെ ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന കേട്ട് ആ മത്സ്യം കടലിൽ നിന്ന് പുറത്തു വന്ന് ആ പ്രവാചകനെ കരയിലേക്ക് അണച്ചതിനു ശേഷം മത്സ്യം മടങ്ങിയെന്ന് വെറുതെ പറയുന്നതല്ല. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ആ ഒരു വാചകം കൊണ്ടാണ് പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ പ്രാർത്ഥന നിർവഹിക്കുന്നത്. ഇതിന്റെ ഗാംഭീര്യം വലുതാണ്.
നമുക്ക് പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ ഇങ്ങനെ കാണാൻ പറ്റും. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. നമുക്ക് മാനസികമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അത് നീങ്ങി കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കത്തിയാളുന്ന അഗ്നിയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീലായി അല്ലാഹു പരിചയപ്പെടുത്തിയ പ്രവാചകന്, അല്ലാഹുവിന്റെ കൂട്ടുകാരൻ. ആ പ്രവാചകനെ അഗ്നിയിലേക്ക് വലിച്ചെറിയുകയാണ്. പക്ഷെ ആ പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വരമേൽപ്പിച്ചുകൊണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ നിലകൊണ്ടതുകൊണ്ട് തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് എന്താ സംഭവിച്ചത്? തീയിലേക്ക് എറിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന് തീയിനെ തണുപ്പാക്കി കൊടുത്തുവെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വഖുൽ യാ നാറു കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഓ തീയേ കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് നീ തണുപ്പും അതുപോലെ തന്നെ സലാമും സമാധാനവുമാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീയിനോട് കൽപ്പിച്ചുവെന്ന്. അല്ലെ, തീയിന്റെ പൊതുവെയുള്ള പ്രത്യേകത കരിച്ചു കളയുക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഇബ്രാഹിം നബിക്ക് തണുപ്പാക്കി കൊടുത്തത് തൗഹീദ് എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ആ പ്രവാചകന്റെ അടിയുറച്ച വിശ്വാസമായിരുന്നു എന്ന് കാണാൻ കഴിയും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നോക്ക്. ഫിർഔനും അദ്ദേഹത്തിന്റെ സൈന്യവും പിന്നാലെയുണ്ട് പ്രവാചകന്റെ. മൂസാ നബിയെ പിടികൂടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടലിന്റെ അരികിലെത്തി നിൽക്കുന്ന സമയത്ത് കൂടെയുള്ളവർ പറഞ്ഞു, ഇന്നാല മുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു മൂസ, നമ്മൾ പിടിക്കപ്പെട്ടു, ഉടനെ നമ്മളെ ഇവർ വന്ന് പിടിക്കും എന്ന് പറയുമ്പോൾ ഇബ്രാഹിം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന ഒരു വാചകമുണ്ട്, ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിക്കും. അല്ലാഹുവിനുള്ള വിശ്വാസമാണ്. അല്ലെ, മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ശത്രുക്കൾ, അവിടെ നടുക്കായിക്കൊണ്ട് പ്രവാചകൻ എന്ന് പറയുകയാണ് റബ്ബിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള പ്രതീക്ഷയുടെ. പിന്നെങ്ങനെ ഒരു വിശ്വാസിക്ക് റബ്ബല്ലാത്തവരിലേക്ക് തിരിയാൻ കഴിയും? ഇതെല്ലാം ഖുർആൻ പഠിപ്പിച്ചതിന് റബ്ബിനോട് അടുക്കാൻ വേണ്ടിയിട്ടാണ്, റബ്ബല്ലാത്തവരെ വിളിക്കാനല്ല. ഈ അമ്പിയാക്കൾക്കെല്ലാം മുൻപ് പ്രവാചകന്മാരുണ്ടായിരുന്നു. ഒരു പ്രവാചകനെ പോലും ഒരു പ്രവാചകൻ ഇസ്തിഗാസ കൊണ്ട്, തവസ്സുൽ കൊണ്ട് തേടിയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയമുള്ളവരെ അല്ലാഹ് അല്ലാത്തവരിലേക്ക് ഒരു മനുഷ്യന് തിരിയാൻ കഴിയുന്നത്? അതിനൊക്കെ ശേഷമല്ലേ ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അല്ലെ, എത്ര വലിയ ഔലിയാക്കളാണെന്ന് പറയുന്ന ആളുകളായാലും അവരൊക്കെ പിന്നല്ലേ ഉണ്ടായത്. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ഈ പ്രവാചകന്മാരാരും തേടിയില്ല. അവരുടെ അചഞ്ചലമായ വിശ്വാസം, ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിക്കും. മൂസാ നബി അലൈഹിസ്സലാമയുടെ മുന്നിൽ ചെങ്കടൽ അങ്ങനെ പിളർന്നു നിൽക്കുകയാണ്. അതുവഴി യാത്ര ചെയ്യാനുള്ള സൗകര്യം റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര കണ്ടൊരു മനുഷ്യനോട് അടുത്തവനാണ് എന്ന്. ആ വിശ്വാസമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്നെയല്ലേ പഠിപ്പിച്ചത്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഹിജ്റ പോവുകയാണ്. ഇത് ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടുപേരും ഗുഹയിൽ അകപ്പെട്ട സന്ദർഭം. രണ്ടുപേരും ഗുഹയിൽ അങ്ങനെ അകപ്പെട്ട് സൗറന്ന ഗുഹയിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതാ മുകളിൽ ശത്രു സൈന്യം ഒന്ന് നിൽപ്പുണ്ട്. ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ, ഒന്ന് താഴേക്ക് നോക്കിയാൽ നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കാണാൻ കഴിയുമാർ അരികിലെത്തിയവർ പ്രവാചകരോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലേ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ എന്ന രൂപത്തിൽ. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമ്മോടൊപ്പം മൂന്നാമനായി ഒരുവനും കൂടെയുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഓ അബൂബക്കറേ, താങ്കൾ വിഷമിക്കരുത്, നമുക്കൊപ്പം നമ്മുടെ റബ്ബുണ്ട് എന്ന വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അത്ര കണ്ട് സമീപസ്ഥനായ, ഖരീബായ, അത്ര നമ്മളെ അടുത്തറിയുന്ന, നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ സന്നദ്ധനായ, നമ്മുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഒരു മനുഷ്യൻ തേടേണ്ട
ഏക ഇലാഹായ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്കാണ് ഒരു വിശ്വാസിക്ക് തിരിയാൻ ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയേണ്ടത് വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ നാം റബ്ബുമായി അടുപ്പമുണ്ടാക്കിയേ തീരൂ. അല്ലാതെ റമദാനിൽ മാലപ്പാട്ടും അതുപോലെ തന്നെ മൗലിദിന്റെ വരികളുമായിട്ടല്ല ഒരു മനുഷ്യൻ കടന്നു പോകേണ്ടത്. നമ്മുടെ അമലുകൾ ബാത്തിലായി. ഖുർആനിന്റെ മാസം, അത് ഖുർആനാണ് പാരായണം ചെയ്യേണ്ടത്. പലപ്പോഴും പല പള്ളികളിൽ നിന്നും കേൾക്കുന്ന ശബ്ദങ്ങളിൽ മൗലിദിന്റെ വരികൾ നമുക്ക് കാണാൻ പറ്റും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഅവജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആദമി വസമ്മാഹു മുഹമ്മദ എന്ന് പറയുന്ന പൊള്ളയായ വചനങ്ങൾ, പൊള്ളയായ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അല്ലെ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാണോ? അല്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം. അല്ല എന്നുള്ളതാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പടച്ചത്? ഇന്ന അവ്വല മാ ഖലഖല്ലാഹു വൽ ഖലം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പേനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പടച്ചത്. ഫഖാല ലഹു ഉക്തുബ്, എന്നിട്ട് അല്ലാഹു പറഞ്ഞു നീ എഴുതുക എന്ന് പറഞ്ഞു. പക്ഷേ മൗലിദിന്റെ വരിയിൽ പറയുന്നത് ആദ്യമായി അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. ആമിന ബീവിയുടെയും അബ്ദുള്ളയുടെയും മകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്ത് ജനനം കൊണ്ടു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഈ പൊള്ളയായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അമലുകൾ ബാത്തിലാക്കി ബിദ്അത്തിന്റെ വരികൾ പാടിക്കൊണ്ട് ഏതുവരെ എന്നാൽ അശ്ശഫാഅത്തു ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിക എന്ന് പറഞ്ഞ് ശഫാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ പറയണം ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, അല്ലാഹുക്കുള്ളതാണ് എല്ലാ ശുപാർശകളും. അല്ലാഹ് പെർമിഷൻ കൊടുത്താലേ ഏതൊരു പ്രവാചകനും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശുപാർശകനായി മാറാൻ പറ്റുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിനോട് നേരിട്ട് ചോദിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ശഫാഅത്തു ഹബ്ലനാ എന്ന് പറയുന്ന വരികൾ. ഇർതഖബതു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിമാരുടെ നേതാവായ റസൂലേ, ഞാനിതാ തെറ്റുകൾ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇർതഖബതു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. താങ്കളോട് ഞാൻ ശക്കാവത്ത് പറയുകയാണ്, താങ്കളോടാണ് ഞാൻ എന്റെ ആവലാദികളും പ്രയാസങ്ങളും പറയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുന്ന മനുഷ്യന്മാരെ നമ്മൾ കാണുകയാണ്. എങ്ങനെ തേടാൻ പറ്റും? ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ പാടില്ലാത്ത വിശ്വാസങ്ങൾ പഠിപ്പിക്കുന്ന ബിദ്അത്തിന്റെ വരികളാണ് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നിങ്ങൾ തേടേണ്ടത് എന്നോടാണ്. അങ്ങനെ തേടിയാൽ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, നിങ്ങൾക്ക് നാം ഉത്തരം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. വീണ്ടും അല്ലാഹു പറഞ്ഞു വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും ഉദ്ഊനി, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു ഉദ്ഊനി, നിങ്ങൾ എന്നോട് തേട്, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഇജാബത്ത് നൽകും. എന്നിട്ട് പറയണത് ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നോട് തേടുക എന്ന് പറഞ്ഞ ശേഷം എന്നോട് ഇബാദത്ത് എടുക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും കിബ്റ് കാണിച്ചാൽ, അഹന്ത കാണിച്ചാൽ, അല്ലാഹ് അല്ലാത്തവരോട് തേടിയാൽ, അത് എത്ര വലിയ ഹോജയായാലും തങ്ങളായാലും ബീവിയായാലും ഖബറിൽ മറമാടപ്പെട്ട ആരായാലും പ്രവാചകന്മാരായാൽ പോലും തേടാൻ പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞു. യസ്തക്ബിറൂന അൻ ഇബാദതി, കിബ്റ് കാണിച്ചാൽ, അഹന്ത കാണിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യനായി നരകത്തിലേക്ക് അവൻ പ്രവേശിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുക. റബ്ബല്ലാത്തവരോട് തേടൽ അത് കിബ്റാണ് എന്നാണ്. റബ്ബിനോട് തേടൽ എന്താണ്? ഖുദൂആണ്, വിനയമാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, റബ്ബല്ലാത്തവരിലേക്ക് ഒരു മനുഷ്യൻ കര ഉയർത്തിയാൽ, നമ്മുടെ പ്രാർത്ഥനകൾ റബ്ബല്ലാത്തവരിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ അമലുകൾ ബാത്തിലായി പോകും, നമ്മൾ ചെയ്യുന്ന നോമ്പ് വെറുതെയായി തീരും. അങ്ങനെയാകാൻ പാടില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു പറയാണത്, അല്ലാഹുവിൽ വിശ്വാസമുണ്ട് പല മനുഷ്യർക്കും. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന അധികം ആളുകളും അവർ അള്ളയുണ്ടെന്നും പറയുന്നു, പക്ഷെ അല്ലാഹ് അല്ലാത്തവരിലേക്ക് തേടുകയും ചെയ്യുന്നു. ഇല്ലാഹും മുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്തുകൊണ്ടാണ്, അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. പ്രവാചകന്മാർ പഠിപ്പിച്ച പോലെ
പ്രതിസന്ധികളിൽ നമ്മുടെ റബ്ബിലേക്ക് നമുക്ക് തിരിയാൻ കഴിയും. റബ്ബല്ലാത്തവരിലേക്ക് തിരിയുന്ന ഒരവസ്ഥ ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നോമ്പുകാരന്റെ പ്രാർത്ഥന അത് മടക്കപ്പെടൂല, അത് തള്ളപ്പെടൂല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കും. നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നാണ്. റമളാനിന്റെ കവാടമായ റയ്യാനിലൂടെ ഒരു മനുഷ്യന് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ മുന്നിൽ ഈ തുറക്കപ്പെട്ട മഹനീയമായ ഈ മാസത്തിൽ പിശാചിനെ ഉരട്ടുകാട്ടുന്ന പിശാചുക്കളെ ബന്ധിപ്പിച്ചു വെച്ച് നമുക്ക് വേണ്ടി അമലുകൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും കാത്ത് നമ്മുടെ പ്രാർത്ഥനകളും കാത്തിരിക്കുമ്പോൾ നമ്മുടെ റബ്ബല്ലാത്തവരിലേക്ക് തിരിയുന്ന ഒരവസ്ഥ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല എന്ന് ശരിയായ വിശ്വാസം, ഈമാനിന്റെ ചൈതന്യം അത് നമ്മുടെ ഹൃദയങ്ങളിൽ സദാസമയവും ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ ഫർദുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസിക്കും വഇയ്യായ സാനിയും ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ അടിയാറുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് തേടണം. വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം അല്ലാഹ് ഇജാബത്ത് നൽകുമെന്ന്, ഉത്തരം നൽകുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. വഅലമു, നിങ്ങൾ അറിയണം അന്നല്ലാഹ ലാ യസ്തജീബു മിൻ ഖൽബിൻ ഗാഫിലില്ലാഹ്, അശ്രദ്ധമായി വരുന്ന പ്രാർത്ഥനകൾ, ശ്രദ്ധയില്ലാതെ കൈകൾ ഉയർത്തുന്ന പ്രാർത്ഥനകൾ അത് അല്ലാഹ് സ്വീകരിക്കൂല. പലപ്പോഴും റമദാനൊക്കെ ആയിക്കഴിഞ്ഞ് അടുത്തിരിക്കുന്ന ആളുകളും ഒക്കെയായി വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് തറാവീഹ് നമസ്കാരം കഴിഞ്ഞാൽ ഒരു അല്പസമയം അവിടെ ഒന്ന് റാഹത്ത് കിട്ടാൻ വേണ്ടി ഇരുന്നാൽ പോലും അടുത്തിരിക്കുന്ന ആളുമായി സല്ലപിച്ച് സംസാരിച്ച് അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയുടെ സമയങ്ങൾ പോലും നമ്മൾ പലപ്പോഴും അശ്രദ്ധമായിട്ടാണ് ചെലവഴിക്കുന്നത് എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന അത് അല്ലാഹുവിലെത്തൂല. അതുകൊണ്ട് നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ എനിക്ക് ഇന്ന പ്രയാസങ്ങളുണ്ട്, ഇന്ന പ്രതിസന്ധികളുണ്ട്, എന്റെ കാര്യങ്ങളെല്ലാം അറിയുന്ന എന്റെ റബ്ബ് എനിക്ക് തുണയായി ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി എനിക്ക് നിങ്ങൾക്കും റബ്ബിലേക്ക് കരമുയർത്താൻ കഴിയണം. പ്രധാനമായും റമദാൻ റബ്ബുമായി ഒളിഞ്ഞിരിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണമെന്നുള്ളത്. ഫർളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നമസ്കാരത്തിന് ശേഷം റബ്ബുമായി ഒരു അല്പസമയമെങ്കിലും പ്രാർത്ഥനയുമായി നമുക്ക് കഴിഞ്ഞുകൂടാൻ കഴിയും. അതുപോലെ തന്നെ ഇഫ്താറിന് മുമ്പുള്ള സമയം ഭക്ഷണത്തിന്റെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയും വലയങ്ങളിൽപ്പെട്ട് അല്ലാഹുവിലേക്ക് ഒരു അടുക്കുന്ന സമയത്ത് ഇഫ്താറിന്റെ സമയത്തുള്ള പ്രാർത്ഥന അത് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് ദുആ കൊണ്ട് കൈ ഉയർത്താൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ സുന്നത്ത് നമസ്കാരങ്ങളിലെ സുജൂദുകളിൽ നമുക്ക് നമ്മുടെ റബ്ബിനോട് സംസാരിക്കാനുള്ള സംസാരങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ റബ്ബുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഒരു റമദാനായി റബ്ബിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ തിരിയുന്ന ഒരവസ്ഥയിലേക്ക് റമദാൻ കഴിഞ്ഞാലും ഈ ചൈതന്യം നിലനിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു വരണമെന്നാണ് സൂചിപ്പിക്കുക. റമദാൻ കഴിഞ്ഞ് ഈ റമദാൻ കഴിയുമ്പോൾ നല്ലൊരു മനുഷ്യനായി, നല്ല തൗഹീദുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുന്ന, അല്ലാഹ് അല്ലാത്ത ഒന്നിലേക്ക് തിരിയാത്തൊരു വ്യക്തിയായി എനിക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയുമ്പോഴാണ് പ്രിയമുള്ളവരെ നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയും. നമ്മൾ ഈദ് മുസല്ലയിലേക്ക് പോകുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു വലിതുകബ്ബിറുല്ലാഹ അലാ മഹദാക്കും, അല്ലാഹ് നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ പേരിലാണ് തക്ബീർ ചൊല്ലേണ്ടത്. തക്ബീർ ഉയരുന്ന സമയത്ത് നമുക്ക് ഈ മസ്ജിദിൽ നിന്ന് ധാരാളമായി അറിവുകൾ കിട്ടുന്നു. ഒരു മനുഷ്യന് ഏറ്റവും ഉണ്ടാകേണ്ടത്, അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത് തൗഹീദാണ്. തൗഹീദില്ലാതെ ഒരു മനുഷ്യന്റെ അമൽ സ്വീകരിക്കൂല. എത്ര വലിയ കർമ്മങ്ങൾ, എത്ര വലിയ സ്വതക്കകൾ, എത്ര വലിയ പുണ്യങ്ങൾ നമ്മൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. അതുകൊണ്ട് ഹിദായത്ത് എന്നത് അത് മഹിതമാണ്, അത് പ്രവാചകന്മാർ കൊണ്ടു നടന്നതാണ്. അതുപോലെ തന്നെ മുൻഗാമികളായ സ്വഹാബത്ത് കൊണ്ടു നടന്നവരാണ്. അതുപോലെ തന്നെ താബിഈങ്ങളും തബിഈങ്ങളും ഒക്കെ ഈ തൗഹീദിന്റെ ആശയം ഉൾക്കൊണ്ട് ജീവിച്ചവരാണ്. അങ്ങനെ ജീവിക്കാൻ തൗഫീക്ക് കിട്ടുന്ന ആളുകളാണ്, അല്ലെങ്കിൽ കിട്ടിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഈ മസ്ജിദിൽ നമുക്ക് ഏറെ കടമകളും കടപ്പാടുകളുമുണ്ട്. മസ്ജിദുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ഹിദായത്ത് കിട്ടുന്നത് ഇവിടെ നിന്നാണ് എങ്കിൽ, ഒരു മനുഷ്യൻ മുവഹിദാകുന്നത് ഈ മിമ്പറിന്റെ ചുവട്ടിൽ നിന്നാണെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനേക്കാൾ വലിയ തൗഫീക്ക് ഒന്നും കിട്ടാനില്ല.
അതിനേക്കാൾ വേറൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് അത്രയും വലിയ മഹത്വമുള്ള ആദർശമാണ് നമ്മുടെ തൗഹീദ്. അത് ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ച് മരണം വരെയും, അല്ലെ, യഖീനോട് കൂടി ഒരു മനുഷ്യൻ അങ്ങനെ മരണം വരെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അത് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അമലുകളുമായി മുന്നേറി റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന്. ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട് നമുക്കേറെ ബാധ്യതകളുണ്ട്, അല്ലെ. നമ്മൾ ഓരോരുത്തരും ഇവിടെ പള്ളിയിൽ വന്ന് സുജൂദ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സാമ്പത്തികമായ ഒരു സഹായം അത് കൃത്യമായി നമ്മളിവിടെ നൽകും. അത് വളരെ ഗൗരവത്തിൽ റമദാനാകുമ്പോ ഏറെ പുണ്യമുള്ളതാണ്. നിങ്ങൾ ആരോടും പറയേണ്ട ആവശ്യമില്ല. അത്ര കണ്ട് നമുക്ക് സ്വതക്കകൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാസമാണ് ശഹ്റുർ റമദാൻ. നമുക്ക് എഴുതി കൊടുക്കാൻ കഴിയണം, ഇന്ന ദിവസം ഞാൻ ഇൻഷാ അല്ലാഹ് റമദാനിൽ ഇത്ര എമൗണ്ട് എന്റേത് എഴുതിക്കോ, ഞാൻ ഇന്ന ദിവസം കൊണ്ടുവന്ന് തരാം എന്ന രൂപത്തിലൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു. നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിലും നമുക്കൊരു ഓഫർ കൊടുത്ത് അങ്ങനെ ഇത്ര രൂപ ഇന്ന സംഭാവനയായ ഈ മസ്ജിദിന് വേണ്ടി നൽകണം. 7000 രൂപയാണ് യഥാർത്ഥം നമ്മൾ ഈ റമദാനുമായി ബന്ധപ്പെട്ട ഒരു ദിവസത്തെ ഈ മസ്ജിദിന്റെ ചെലവും കാര്യങ്ങളും ഒക്കെ ആയി വരുന്നത്. അതിലൊക്കെ നമ്മൾ ഭാഗവാക്കണം. നമുക്ക് എത്രയാണോ കഴിയുന്നത് ആ ഒരു എമൗണ്ട് അത് നമ്മൾ കൃത്യമായി കൊടുത്ത് അങ്ങനെ ഈ തൗഹീദിന്റെ കേന്ദ്രം, അല്ലെ, മറ്റൊരു മസ്ജിദുകൾക്കും ഇല്ലാത്ത, അല്ലെ, മറ്റു പള്ളികളെ പോലെയല്ല നമ്മുടെ മസ്ജിദ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ആദർശമുണ്ട്, അഖീദയുണ്ട്. ആ അഖീദ പഠിപ്പിക്കുന്ന പ്രവാചകന്മാർ നിർവഹിച്ച മഹനീയമായ സന്ദേശം പഠിപ്പിക്കുന്ന മസ്ജിദുകളാണ്. അത്തരം മസ്ജിദുകൾ നമ്മുടെ ബാധ്യതയാണ്, ഈമാനുള്ള മുഅ്മിനിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് നമ്മുടെ സംഭാവനകൾ ഇവിടെ നൽകേണ്ടതുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സഹകരിക്കുക. ഹിദായത്ത് കിട്ടിയത് നമ്മൾ ഏറെ സന്തോഷിക്കുക. ഒപ്പം നമ്മുടെ റബ്ബിനോട് ഹിദായത്ത് നിലനിർത്താൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നിരന്തരമായി തേടുക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന പ്രാർത്ഥനയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി അങ്ങനെ റബ്ബുമായി കൂടുതൽ അടുത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളുമായി നമ്മൾ മുന്നേറുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാനിൽ നമ്മൾ പിടിച്ചു വീടുന്ന നോമ്പുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതു വലുതുമായ തെറ്റുകുറ്റങ്ങളെ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് പുറത്തു മാപ്പാക്കി റഹ്മാനെ. അല്ലാഹുവേ, തൗഹീദ് അടിയുറച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന വനഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്.